ആക്ച്വലി ആ വീഡിയോ എടുത്തിട്ട് ചോദിച്ചു ഒരുപാട് നമ്മള് സ്വന്തം അമ്മയ്ക്കും അച്ഛനും ഒരു സംശയം വന്നു. അതെ, ഞങ്ങളുടെ അമ്മമാർ ഒരു നിമിഷം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് എന്നെ ഇപ്പൊ രാത്രി ഇങ്ങനെയൊക്കെയാണ് നോക്കുന്നത്. മാറ്റമുണ്ടോ? സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ, നന്നായിട്ട് സപ്പോർട്ട്. ഇതിനു മുന്നേ ഒരുപാട് റീൽസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പേരുമായിട്ട് റീൽസ് ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഒരുപാട് നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചെയ്ത ആ ഒരു കണ്ടന്റ് അത് വെച്ചിട്ട് ഒരു നെഗറ്റീവ് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. ഉറപ്പം നമ്മൾ നോർമലി എന്തെങ്കിലും നമ്മുടേതായ ഇഷ്ടത്തിന് ചെയ്ത് കുട്ടിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ മൊത്തം നെഗറ്റീവ്സ് ആയിരിക്കും. നമ്മളൊരു കണ്ടന്റ് പ്രേക്ഷകർ എങ്ങനെ അത് എടുക്കുമെന്ന്, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യോ ഇല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു കണ്ടന്റ് നോക്കി അതിൽ സത്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നത്തെ കാര്യം. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഒരുപാട് കണ്ടന്റുകളെ പറ്റി നമ്മൾ പറയാൻ പോകുന്നത്, കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ പല കണ്ടന്റ്സും നമ്മളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുന്ന രീതിയിൽ തന്നെയാണ്. പ്രാർത്ഥനയും അതുപോലെ തന്നെ ആൻസിയും വന്ന് വിവാഹം കഴിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അതിനുശേഷം ഒരുപാട് അതിനെ പറ്റിയുള്ള കോൺട്രവേഴ്സീസ്, സംസാരങ്ങളും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ഇറങ്ങിയെങ്കിൽ പോലും അവരത് ഒരു കണ്ടന്റായിട്ട് മാത്രം എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ അതൊരു കോൺസെപ്റ്റ് അവർ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതാണ്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുമെങ്കിൽ പോലും പലപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്തും അല്ലാതെയും ഒക്കെ പറയുന്നുണ്ട്. ഈ ആൾക്കാർ എങ്ങനെ അതിനെ എടുക്കും എന്നറിയാനാണ് അവർ അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അലൻ എന്നോട് ചോദിച്ചു ഒരു ദിവസം, മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു, ശ്രീ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഞാൻ പറഞ്ഞു എന്താണ്? അപ്പൊ ഇങ്ങനെ നമുക്കൊരു ചായയൊക്കെ കുറിച്ച് സംസാരിച്ചാണെന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരൻ ഇടപ്പള്ളി വന്ന് ഞാനും അങ്ങനെ പോയിട്ട് സംസാരിച്ചു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണ്, തനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വീട്ടിൽ ചെന്നു, കുറെ നേരം ഇരുന്ന് ആലോചിച്ചു. എന്നിട്ട് എത്തിയ തീരുമാനമാണിത്. സത്യമല്ല, ഒരിക്കലും സത്യമല്ല. ഞങ്ങളത് ആൾക്കാരിലേക്ക്, ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണ്. കുറെ നാളുകൾക്ക് മുന്നേ ഉള്ള പരിചയമാണ് അലനുമായിട്ട്. ഞങ്ങൾ അങ്ങനെ ഒരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് പോയത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. എന്തായാലും ആ ഒരു ലിസ്റ്റിലേക്ക് അലൻ ജോസ് പെരേരയും എത്തിയിട്ടുണ്ട്. അലൻ ജോസ് പെരേരയുടെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു വീഡിയോ ഇറങ്ങിയത്. അതിനുശേഷം ഇവരുടെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ വളരെയധികം പുച്ഛം തന്നെയാണ് തോന്നുന്നത്. ആൾക്കാർ എങ്ങനെയായിരിക്കും എന്റെ കല്യാണത്തിന് റിയാക്ട് ചെയ്യുന്നതെന്ന് അറിയാനാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്നാണ് അലൻ ജോസ് പെരേര പറയുന്നത്. ഇതിൽ നമ്മൾ വിചാരിച്ച പോലെ അത്ര ബോധമില്ലാത്തൊരു വ്യക്തിയല്ല, അല്ലെങ്കിൽ അത്ര ബുദ്ധിയില്ലാത്തൊരു വ്യക്തിയല്ല അലൻ ജോസ് പെരേര എന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. കാരണം കുബുദ്ധി എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഉണ്ട് എന്ന് ഈ ഒരു ഒറ്റ വീഡിയോ കൊണ്ട് മനസ്സിലായി. ആൾക്കാരെ പറ്റിക്കാം അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാവാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അലൻ ജോസ് പെരേരയുടെ പല വീഡിയോസും ഉള്ളത്. ആൾക്കാർ പുറകെ നിന്ന് തെറി പറയുന്നതും അല്ലെ അടിക്കുന്നതും പിടിക്കുന്നതും ഒക്കെയുള്ള വീഡിയോസ് ഇറങ്ങുന്നുണ്ടെങ്കിലും പിറ്റേ ദിവസം അവരെല്ലാം ഒന്നിച്ച് നടക്കുന്നതും കാണാം. എന്തായാലും ആ ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വിവാഹവും വന്നിട്ടുള്ളത്. അത് ഭയങ്കരമായിട്ടും കോൺട്രവേഴ്സി ആയപ്പോൾ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ടും അതൊരു സംസാരമായപ്പോഴാണ് അവരതിനെ അങ്ങനെയല്ല, ഇത് ഞങ്ങളൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയതാണ്, അല്ലാതെ വേറൊന്നുമില്ല എന്ന് പറയുന്നത്. സത്യത്തിൽ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വരുന്ന ഒരുപാട് വീഡിയോസ് കണ്ട് പലരും സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആൾക്കാരുടെ ഒരു സപ്പോർട്ട് ചെയ്യുന്ന ആ ഒരു മെന്റാലിറ്റിയെ തന്നെ തകർക്കുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ള കോൺസെപ്റ്റുകളൊക്കെ ഉണ്ടാവുന്നത്. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വീഡിയോസുമായിട്ട് ആരും മുന്നോട്ട് വരരുതെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ആയിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.